അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സിമ്പിളായിട്ട് സാധാരണക്കാരായ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ മയ്യത്ത് നിസ്കാരം എങ്ങനെ നിസ്കരിക്കാം എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് സാധാരണ ചെറിയ രൂപത്തിലുള്ള ഒരു അവതരണമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആദ്യം നമുക്ക് നിസ്കാരത്തിൻ്റെ ആ ഒരു ചെറിയ രൂപം 4 തക്ബീറാണ് ചൊല്ലേണ്ടത്. നമുക്കറിയാം നിസ്കാരം മയ്യത്ത് നിസ്കാരം നിന്നുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. അതിലൊന്നില്ല സുജൂദ് റുക്കുവൊന്നുമില്ല. അപ്പോൾ ആദ്യം നിയ്യത്ത് വെക്കുന്നു, തക്ബീർ കെട്ടുന്നു, അല്ലാഹു അക്ബർ. സാധാരണ നമ്മൾ നിസ്കാരത്തിൽ തക്ബീർ കെട്ടുന്ന പോലെ തക്ബീർ കെട്ടുന്നു. ആ തക്ബീർ കെട്ടിയ ഉടനെ തന്നെ ഫാത്തിഹ ഓതുന്നു. ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ പറഞ്ഞാൽ വീണ്ടും തക്ബീർ കെട്ടുന്നു. സാധാരണ നമ്മൾ ഫസ്റ്റ് തക്ബീർ കെട്ടുന്നത് പോലെ വീണ്ടും തക്ബീർ കെട്ടുന്നു, അല്ലാഹു അക്ബർ. എന്നിട്ട് സ്വലാത്ത് ചൊല്ലണം, നബിയുടെ മേലുള്ള സ്വലാത്ത്. നമ്മൾ സാധാരണ ചൊല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അത്തഹിയാത്ത് ചൊല്ലുന്ന അത്തഹിയാത്തിലെ സ്വലാത്ത് ഉണ്ടല്ലോ, അത് ചൊല്ലിക്കഴിഞ്ഞാൽ വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീർ കെട്ടുന്നു. തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ 3 തക്ബീറായി. ഈ മൂന്നാമത്തെ തക്ബീറിന് ശേഷം നമ്മൾ സാധാരണ മയ്യിത്ത് നിസ്കാരത്തിൽ ദുആ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അതാണാണെങ്കിൽ. പെണ്ണാണെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹ വർഹംഹ. ഒന്നുകൂടി നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ അല്ലാഹുമ്മ, ഇനിയിപ്പോൾ അത് അറിയില്ല എങ്കിൽ സാധാരണ പഠിച്ചതുപോലെ അല്ലാഹുമ്മ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നല്ലത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹ എന്നുള്ളതാണ് പെണ്ണാണെങ്കിൽ. ഇനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹമു വഅഫ്വൻ വഅഫ്യു. ആ ഒരു ദിക്ർ നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോൾ ആ ഒരു ദിക്ർ, ആ ഒരു ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നേരെ വീണ്ടും തക്ബീർ കിട്ടുന്നു. 4ാമത്തെ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 4ാമത്തെ തക്ബീർ കിട്ടുന്നു. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിനാ ബഅദഹു എന്ന ആ ഒരു ദുആ ചൊല്ലി റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന് ചൊല്ലിയതിന് ശേഷം നേരെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന് ശേഷം തല തിരിക്കുക, സലാം വിട്ടുക. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് തല തിരിക്കേണ്ടത്. സാധാരണ നമ്മൾ ഏത് സ്കാരത്തിലും അങ്ങനെ തന്നെയാണ് ചൊല്ലേണ്ടത്. സലാം വീട്ടേണ്ടത് ആ ഒരു രൂപത്തിലാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് തല മാത്രം തിരിയുക, ഉടൽ തിരിയാൻ പാടില്ല. അപ്പം എന്ത് ചെയ്യുക, തല മാത്രം തിരിക്കുക. ശരീരത്തിൻ്റെ തല അല്ലാത്ത ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവനും കിബിലയിലേക്ക് നേരെ തന്നെ തിരിയണം. ആ തിരിയുന്ന രൂപത്തിലായിരിക്കണം. ശരീരം ഒന്നായിട്ട് തിരിയുന്ന രൂപത്തിലാകാൻ പാടില്ല. നമ്മൾ സാധാരണ ടേബിൾ ഫാൻ ഉണ്ടല്ലോ, ടേബിൾ ഫാനിൻ്റെ തല മാത്രമല്ലേ തിരിയുള്ളൂ. അതുപോലെ എന്ത് ചെയ്യുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീണ്ടും അസ്സലാമു അലൈക്കും, ഇടത്തോട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന് ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞുകൊണ്ട് സലാം വീട്ടുക. ഇതാണ് രൂപം. ഇതിൽ പ്രധാനപ്പെട്ട വിഷയം, നിയ്യത്ത് വെക്കുന്നു, തക്ബീർ കൊട്ടുന്നു, ഉസല്ലിൽ ഫർള അല്ല തക്ബീർ നിയ്യത്ത് എങ്ങനെ, ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യിത്തി മഅൽ ഇമാമി, ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു. ഈ മയ്യത്തിൻ്റെ മേൽ ഞാൻ ഫർള് നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഇമാമ നിസ്കരിക്കുന്ന മയ്യത്തിൻ്റെ മേൽ ഞാൻ ഫർള് നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് വെക്കുക. അപ്പോൾ ഒന്നും കൂടിയും, ഈ മയ്യത്തിൻ്റെ മേൽ ഫർളായ നിസ്കാരം ഞാൻ ഇമാമോട് കൂടെ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇമാമായിട്ട് നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് വെക്കുക. ശേഷം തക്ബീർ കെട്ട അല്ലാഹു അക്ബർ, 1ാമത്തെ തക്ബീർ കെട്ടി ഫാത്തിഹ ഓതി, വീണ്ടും ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആമീൻ പറഞ്ഞതിന് ശേഷം വീണ്ടും അല്ലാഹു അക്ബർ എന്ന തക്ബീർ കെട്ടുക. സ്വലാത്ത് ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ഇനി അതല്ല അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സാധാരണ നിസ്കാരത്തിലായാലും മയ്യിത്ത് നിസ്കാരത്തിലായാലും ആ ഫർള് വേടി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്, അതിൻ്റെ കൂടെ വഅലാ അലി സയ്യിദിന മുഹമ്മദ്. ഞാൻ അതെല്ലാം പൂർണ്ണമായിട്ടും ചെല്ലുക, അതാണ് ഏറ്റവും നല്ലത്. പൂർണ്ണമായിട്ടും ചെല്ലണം. നമ്മൾ മയ്യിത്ത് നിസ്കാരമാണല്ലോ, അപ്പോൾ നമ്മളെ ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ അത് എന്ത് ചെയ്യുക, പൂർണ്ണമായ നിസ്കാരം പൂർണ്ണമാവുക. അത് അറിയാത്ത ഒരാളെ സംബന്ധിച്ചാണ് അപ്പോൾ പറഞ്ഞത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടിയതിന് ശേഷം ദുആ ഉണ്ട്, അത് നിർബന്ധമാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, ഏറ്റവും ചുരുങ്ങി അതെങ്കിലും പറയാം, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹമു വഅഫു അൻഹു. അത് പൂർണ്ണമായിട്ടും ചെല്ലണം. അത് ഫുള്ളായിട്ട് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് എന്ത് ചെയ്യാം, അയാൾ ഇമാമിൻ്റെ കൂടെ ആണെങ്കിൽ നിസ്കരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ ഇമാമ സലാം വിട്ടുന്നത് വരെ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു. പഠിച്ചോനെ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ, അല്ലാഹുവേ നീ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണേ എന്നുള്ളത് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, സലാം വിട്ടുന്ന തക്ബീർ കെട്ടുന്നവരെ എന്ത് ചെയ്യുക, ചൊല്ലിക്കൊണ്ടിരിക്കുക. അറിയാത്ത ഒരാളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. പൂർണ്ണമായിട്ടും അത് പഠിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മൾ അത് കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അത് ചൊല്ലി പഠിക്കുക, അല്ലെങ്കിൽ കേട്ട് പഠിക്കുകയും ചെയ്യാം. ഒരുപാട് പ്രാവശ്യം എന്ത് ചെയ്യുക, നമ്മളെ ഈ വീഡിയോയിൽ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഒരുപാട് പ്രാവശ്യം കേട്ടുകൊണ്ട് പഠിക്കുക.
അപ്പോൾ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടുക. ഏറ്റവും ചുരുങ്ങിയത് ഇനിയിപ്പോൾ അതിന് ശേഷം ഒന്നും ചൊല്ലിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു എന്നുള്ള ദുആ ഉണ്ട്. അതിന് ശേഷം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഞാൻ അത് രണ്ടും ചൊല്ലിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ തന്നെ മയ്യിത്ത് നിസ്കാരമായി. അപ്പോൾ ഈ ചെറിയ ഒരു സാധാരണക്കാരെ ഏറ്റവും തിരിയാത്ത ഒരാളെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞ രൂപം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പൂർണ്ണമായ ഒരു രൂപം നമുക്ക് പറയാം. പിന്നെന്ത് ചെയ്യുക, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹ്മഹു എന്നുള്ള ദുആഇൻ്റെ ശേഷം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ദുആ കൂടി അധികരിപ്പിക്കാം. മൂന്നാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിന വ മയ്യിത്തിന എന്നുള്ള ദുആ ഉണ്ട്. അപ്പോൾ ആ ഒരു ദുആ കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യുക, അധികരിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. ഏറ്റവും ചെറിയ രൂപം ഒന്നുകൂടി പിന്നെ പറയുന്നു. നിയ്യത്ത് വെക്കുന്നു, തക്ബീർ കെട്ടുന്നു, ഫാത്തിഹ ഓതുന്നു, അല്ലാഹു അക്ബർ എന്ന് വീണ്ടും രണ്ടാമത്തെ തക്ബീർ കെട്ടുന്നു, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് എന്ന സ്വലാത്ത് ചൊല്ലുന്നു, വീണ്ടും തക്ബീർ കെട്ടുന്നു, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് പറയുന്നു, ദുആ ചെയ്യുന്നു, വീണ്ടും തക്ബീർ കെട്ടുന്നു, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടിയതിനു ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറയൽ സുന്നത്തുണ്ട്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇതാണ് ഏറ്റവും ചെറിയ രൂപം. ഏറ്റവും ചെറിയ രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കേണ്ട രൂപമല്ല. ഏറ്റവും തീരെ തിരിയാത്ത ഒരാളെ സംബന്ധിച്ച്, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിലും അഥവാ അതൊന്നും തിരിയാത്ത ഒരാളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടിയും പറയുന്നു. ഉസല്ലിൽ ഫർള അലാ ഹാദൽ മയ്യിത്തി ലില്ലാഹി തആല മഅൽ ഇമാമി, അല്ലെങ്കിൽ ഇമാമായിക്കൊണ്ട് എന്നോ അല്ലെങ്കിൽ ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്നോ നിയ്യത്ത് വെക്കുന്നു. ഈ മയ്യിത്തിന് മേൽ ഫർളായ നിസ്കാരം ഞാൻ ഇമാമായിട്ട് നിസ്കരിക്കുന്നു എന്നോ അല്ലെങ്കിൽ മഅ്മൂമായിട്ട് ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്നോ നിയ്യത്ത് വെച്ചുകൊണ്ട് തക്ബീർ കെട്ടുന്നു, ഫാത്തിഹ ഓതുന്നു. ഫാത്തിഹ ഓതി കഴിഞ്ഞ് ആമീൻ പറഞ്ഞു, വീണ്ടും തക്ബീർ കെട്ടുന്നു, അല്ലാഹു അക്ബർ. രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, തക്ബീർ കെട്ടുക, അല്ലാഹു അക്ബർ എന്ന്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد എന്ന ആ ഒരു സ്വലാത്ത് ചൊല്ലി വീണ്ടും തക്ബീർ കെട്ടുന്നു, അല്ലാഹു അക്ബർ. അപ്പോൾ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യുക, മൂന്നാമത്തെ തക്ബീർ കെട്ടുന്നു, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടിയതിന് ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള ദുആ ആണ്. ആ ദുആ ഇങ്ങനെ ആണെങ്കിൽ اللهم اغفر له وارحمه واعف عنه وعافه وأكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وجيرانا خيرا من جيرانه وأدخله الجنة وأعيذه من عذاب القبر وفتنته ومن عذاب النار. ഇതാണ് പുരുഷനാണെങ്കിൽ ചൊല്ലേണ്ടത്. ഇനി സ്ത്രീ ആണെങ്കിൽ അത് കൺഫ്യൂഷൻ ആകുന്ന ഒരാൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ആണായും പെണ്ണായാലും ചെല്ലുന്ന രൂപം കൺഫ്യൂഷൻ ആയാൽ ഈ രൂപം തന്നെ ചൊല്ലിയാൽ മതി. ഇനി പെണ്ണാണെങ്കിൽ اللهم اغفر لها وارحمها واعف عنها وعافها وأكرم نزلها ووسع مدخلها واغسلها بالماء والثلج والبرد ونقها من الخطايا كما ينقى الثوب الأبيض من الدنس وأبدلها دارا خيرا من دارها وأهلا خيرا من أهلها وزوجا خيرا من زوجها وجيرانا خيرا من جيرانها وأدخلها الجنة وأعذها من عذاب القبر وفتنته ومن عذاب النار. وفتنته എന്നുള്ളത് അവിടെ എന്താ ചെയ്യുക, അവിടെ മാറ്റില്ല, അവിടെ അങ്ങനെ തന്നെ ചെല്ലാം. വഫിത്നതിഹി വമിൻ അദാബിന്നാർ. അപ്പോൾ ഈ ഒരു രണ്ട് ദുആ, ആ ഒറ്റ ദുആ പഠിച്ചു വെക്കുക. അതിനെന്ത് ചെയ്യുക, അതിന് മാറ്റം എന്താ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്നുള്ളത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹ എന്നാക്കി കൊടുക്കുക. വർഹംഹു വർഹംഹ വഅഫു അൻഹു വഅഫു അൻഹ. അപ്പോൾ ഇതാണ് രൂപം. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടുക. ഇനി അതല്ല, ആ ദുആഇന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലി ഹയ്യിന വ മയ്യിത്തിന വ ഷാഹിദിന വ ഗായിബിന وصغيرنا وكبيرنا وذكرنا وأنثانا اللهم من أحييته منا فأحيي على الإسلام ومن توفيته منا فتوفه على الإيمان എന്ന ദുആ കൂടി അധികരിപ്പിക്കുക വേണമെങ്കിൽ.
സാധാരണ ആ ദുആ പിന്നെന്ത് ചെയ്യുക, ചൊല്ലിയതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് തക്ബീർ കെട്ടിയതിന് ശേഷം അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിന്നാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. ഇതാണ് ആ പിന്നെ ദുആ ചെയ്യുക. അതിന് ശേഷം റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അപ്പോൾ ഈ ഒരു ദുആ ചൊല്ലിയതിന് ശേഷം സലാം വിട്ടുക. അതുപോലെ തന്നെ മൂന്നാമത്തെ തക്ബീർ ചൊല്ലിയതിന് ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹമു എന്നുള്ള ദുആ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ കുട്ടിയാണെങ്കിൽ അല്ലാഹുമ്മ ജഅൽഹു ഫറതൻ ലി അബവൈഹി വസലഫൻ വദുഖറൻ വഇലതൻ വഇതിബാറ വശഫീഅൻ വസഖിൽ ബിഹി മവാസീനഹുമാ വഅഫരിഗി الصبر على قلوبهما ولا تفتنهما بعده ولا تحرمهما أجره എന്ന ആ ഒരു ദുആ കുട്ടിയാണെങ്കിൽ എന്ത് ചെയ്യുക, ദുആ ചെയ്യലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവൾ അതും ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു വിഷയം, മയ്യിത്ത് നിസ്കാരത്തിന് ആരാണ് ഇമാമത്ത് നിൽക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ സാധാരണയായിട്ട് ഒരുപാട് ആളുകൾ മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ പങ്കെടുക്കുകയും, കാരണം അയൽവാസികളുണ്ടാവും, കുടുംബക്കാരുണ്ടാവും, കൂട്ടുകാരുണ്ടാവും, മറ്റുള്ള ഒരുപാട് ആളുകൾ നാട്ടുകാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും കൂടിയായിട്ടാണ് നമ്മളൊക്കെ ആരെങ്കിലും ഒരാൾ മരിച്ചെന്ന് കണ്ടാൽ, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു എന്ന് കണ്ടാൽ നമ്മളൊക്കെ മറ്റുള്ള പരിപാടികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ ജനാസയെ അനുഗമിക്കുന്നതിന് വേണ്ടി ജനാസ വീട്ടിലേക്ക് വരികയും, അതുപോലെ തന്നെ ജനാസയുടെ മുമ്പിലായിട്ട് പോവുകയും, ജനാസയുടെ മുമ്പിലാണ് പോവേണ്ടത്. അപ്പോൾ ജനാസയുടെ മുമ്പിലായിട്ട് പോവുകയും, അതുപോലെ തന്നെ പള്ളിയിലെത്തുകയും ജമാഅത്തിനൊക്കെ പങ്കെടുക്കുകയും മറമാടുകയും ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഒക്കെ ചെയ്യും വേണം, നമ്മളൊക്കെ ആ കാര്യം ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഒരുപാട് ആളുകളുണ്ടാകുമ്പോൾ മയ്യത്തിന് ഏറ്റവും ബന്ധപ്പെട്ട ആര് തന്നെയാണ്, മക്കൾ തന്നെയാണ് ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും അർഹതപ്പെട്ടത്, അവകാശം അവർക്കാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ഇമാമത്തുമായി പരിചയമില്ലാത്ത, അല്ലെങ്കിൽ ധീരമായിട്ട് സാധാരണയിൽ കൂടുതൽ ബന്ധമില്ലാത്ത സാധാരണക്കാരായ ആളുകളാവുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആവുമ്പോൾ ഇനി എങ്ങനെയാണെങ്കിൽ തന്നെ മയ്യത്തിന് ഇമാമത്ത് നിൽക്കാൻ അവകാശപ്പെട്ടത് അവർ മക്കൾ തന്നെയാണെങ്കിലും ആ അവകാശം വിട്ടുകൊടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അദബ് പാലിക്കേണ്ടത്, കാരണം നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നൊരു വിഷയമാണ്. നമ്മൾ ആ അദബ് എപ്പോഴും കീപ്പ് ചെയ്യണം. ആ അദബിനെ മറികടന്നുകൊണ്ട് ഒരു പക്ഷേ കൂടെയുള്ളവർ അല്ലെങ്കിൽ നാട്ടുകാർ ആ സമയത്തുണ്ട് പറയാം, മോനെ ബഷീറെ നീയല്ലേ ഇമാമത്തൊക്കെയാണ്, ഞാൻ തന്നെ നിന്നോ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിപ്പിച്ച് അങ്ങനെ ഒരു നിർത്തുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഓനെന്ത് ചെയ്യും, ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമാണ്, അത് വേറെ വിഷയം. പെട്ടെന്നുണ്ടാകുന്ന ഒരു മാനസികമായ, കാരണം വേണ്ടപ്പെട്ട ആളുകളായിരിക്കും മരണപ്പെട്ടുണ്ടാവുക, അപ്പോൾ മാനസികമായ ഒരു വിഷമമുണ്ടാവും. ആ ഒരു സമയത്തൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രയാസം, അപ്പോൾ അവനെ പിടിച്ചു നിർത്തുകയും ഈ പറഞ്ഞ രൂപത്തിൽ 4 തക്ബീർ കെട്ടുകയും അതുപോലെ തന്നെ സലാം വിട്ടുകയൊക്കെ നമുക്ക് സാധാരണ അറിയുന്ന ആ രൂപം നമുക്കൊക്കെ അറിയാലോ. എങ്കിലും പൂർണ്ണമായ രൂപമൊന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ച് ഓനെ ഇമാമത്ത് നിർത്തുകയും ഓനെ സലാം വിട്ടുകയും ചെയ്യും. ഒക്കെ സംഗതി ശരി തന്നെയാണ്, ആ പൂർണ്ണമായ രൂപം അവിടെ ലഭിക്കുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഏറ്റവും നല്ലത്, നമ്മുടെ സദസ്സിൽ ഒരുപാട് ആലിമ്യങ്ങളുണ്ടാവും, ഉമറാക്കൾ ഉണ്ടാവും, സാദാത്യങ്ങൾ സയ്യിദന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അദബ് കീപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അതെന്ത് ചെയ്യുക, നമ്മൾ ആലിമ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഉമറാക്കൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് സയ്യിദന്മാരൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ പിടിച്ച് അവരോടൊക്കെ എന്ത് ചെയ്യുക, ഒരു നല്ല രൂപത്തിൽ പറഞ്ഞുകൊണ്ട് അവരെ മുമ്പന്തിയിലേക്ക് നിർത്തുക എന്നുള്ളത് ഒരു അദബ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കിൽ ആരെങ്കിലുമൊക്കെ പറയും, മക്കൾ ചിലപ്പോൾ എന്ത് ചെയ്യും, വെളിയിലത്തെ കാര്യപ്പെട്ട ഉസ്താദന്മാരുണ്ടാവും, നാട്ടിലെ പ്രധാനപ്പെട്ട ഉസ്താദന്മാരുണ്ടാവും, സയ്യിദന്മാരൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വേറെ ആരെങ്കിലും പുറത്തുനിന്നൊക്കെ വന്നിട്ടുണ്ടാവും സയ്യിദന്മാരൊക്കെ. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരിക്കെ നമ്മൾ മുന്നിലേക്ക് കയറി നിൽക്കുക എന്നുള്ളത് അത് ശരിയല്ല, ശരിയായ പ്രവണതയല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഏതെങ്കിലും വിവരമില്ലാത്ത ആളുകൾ, ജാഹിലീങ്ങളായ ആളുകൾ എന്ത് ചെയ്യും, ചിലപ്പോൾ എന്ത് ചെയ്യും, മനഃപൂർവ്വം പറയുന്നവരുണ്ടാവും, അറിയാതെ പറയുന്നവരുണ്ടാവും. മനഃപൂർവ്വം പറയുന്ന ആളുകളെ നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളല്ല അതിന് അവകാശി, അവകാശി നമ്മളാണെങ്കിലും എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും ഒരു ബഹുമാനം, ആദരവ് കീപ്പ് ചെയ്യുന്നവരാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് അത് മാനിക്കേണ്ടവരെ നമ്മൾ മാനിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അവരെ മുന്നിലേക്ക് നിർത്തേണ്ട ആളുകളെ മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഇമാമത്തിന് എന്ത് ചെയ്യുക, നിർത്തുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് നമുക്ക് മാതൃകയുള്ളതും. അപ്പോൾ നമുക്ക് പറയാനുണ്ടാവുക, മക്കൾക്കല്ലേ കൂടുതൽ ഇഖ്ലാസ് ഉണ്ടാകുക. കാരണം വാപ്പ മരണപ്പെടുമ്പോൾ, ഉമ്മ മരണപ്പെടുമ്പോൾ, മക്കളാകുമ്പോൾ അവർക്ക് കൂടുതൽ ഇഖ്ലാസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ.
ഇഖ്ലാസ് ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു ഒരു പ്രശ്നം അവിടെ ഉണ്ടാകുന്നത് വെച്ചാൽ സാധാരണ ഇമാമത്ത് നിൽക്കാത്ത ഒരാളെ സംബന്ധിച്ച് അവിടെ വേറൊരു പ്രയാസം കൂടി ഉണ്ടാവും. പക്ഷേ ഞാൻ ഇമാമത്ത് നിന്നാൽ എന്തെങ്കിലും ആയിപ്പോകുമോ എന്നുള്ള ബേജാറ്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ, പല പ്രയാസങ്ങൾ അവിടെ, മാനസികമായ പ്രയാസങ്ങൾ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അർഹതപ്പെട്ട ആളുകളെ മാനിക്കേണ്ട ആളുകളെ മാനിക്കുക എന്നുള്ള ഉത്തരവാദിത്വം അത് നമ്മൾ നിറവേറ്റുക തന്നെ ചെയ്യണം. അതാണ് നമ്മളൊക്കെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് നമ്മളൊക്കെ പഠിപ്പിച്ചതും. ബഹുമാനപ്പെട്ട ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ മഹത്തുക്കളായ ഒരുപാട് സ്വഹാബ കിറാമൊക്കെ അവിടെ സന്നിധരായ ആ ഒരു ജനാസയുടെ മുമ്പിലേക്ക് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ, കാരണം അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവായ ഫാത്തിമ ബീവിയുടെ ഭർത്താവായ അലി ഇബ്ൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്? അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർ തങ്ങളെ അത്രത്തോളം വിശേഷിപ്പിച്ച ഇൽമ കൊണ്ടും എല്ലാം കൊണ്ടും തഖ്വ കൊണ്ടും എല്ലാം കൊണ്ടും യോഗ്യനായ ബഹുമാനപ്പെട്ട അലി ഇബ്ൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ എല്ലാം കൊണ്ടും അവകാശിയായിട്ടും അവിടെ ഉണ്ടായിരിക്കെ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീനായ അലി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറഞ്ഞത് തഖദ്ദം യാ അബൂബക്കർ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരിക്കെ ആ സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മുമ്പിലേക്ക് നിൽക്കാൻ വേണ്ടി, ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെയൊക്കെ മാതൃക. നമ്മൾ ഒരാളെക്കുറിച്ച് നല്ലത് ചിന്തിക്കണം. അവർക്ക് ഇഖ്ലാസ് കുറവല്ലേ, സാധാരണക്കാരായ ആളുകൾ നമ്മൾ പ്രധാനപ്പെട്ട സയ്യിദന്മാരുണ്ടാവും, ആലിമീങ്ങളൊക്കെ ഉണ്ടാവും. അവരെ സംബന്ധിച്ച് നമ്മൾ ഒരാളെക്കുറിച്ച് എന്താ നല്ലത് ചിന്തിക്കണം. അവർക്ക് ഇഖ്ലാസ് എന്താ, ഇമാമത്ത് മക്കൾക്ക് മാത്രമേ ഇഖ്ലാസ് ഉണ്ടാവുള്ളൂ, അങ്ങനെയല്ലോ. നമ്മളൊക്കെ ഏത് സമയത്തും നമ്മളൊക്കെ ഇഖ്ലാസ് ഉള്ളവരാണ്, അങ്ങനെയാണ് ആകേണ്ടതും. നമ്മളൊക്കെ മുൻഗാമികളായ ആളുകൾ നമ്മളൊക്കെ പഠിപ്പിച്ചു തന്നതും ആ ഒരു രൂപമാണ്. അലിയാർ തങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ അലിയാർ തങ്ങളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമക്കാൻ പറഞ്ഞത്. എൻ്റെ അലിയാർ തങ്ങൾക്ക് നിന്നൂടായിരുന്നോ? അവിടെ അദബ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. മുത്തുനബിയിൽ നിന്ന് പഠിച്ച ആളുകളാണ് ഈ ചെയ്യുന്നത്. അലിയാർ തങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് എല്ലാറ്റിനും മാതൃക അവരാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവരാരും ഇല്ലെങ്കിൽ, ഇങ്ങനെയൊന്നും പറഞ്ഞ ആളുകളൊന്നും നമുക്ക് ഇടയിൽ ഇല്ല എങ്കിൽ, ഒരു മയ്യിത്ത് നിസ്കാരത്തിന് സുപ്രഭാതത്തിന് ആരും ഇല്ല എങ്കിൽ, ഇപ്പം നമ്മളെ നാട്ടിൽ ഇഷ്ടംപോലെ സുലഭമായ ആലിമീങ്ങളുണ്ട്, സാദാത്യങ്ങൾ, ഇവരൊക്കെ ഉണ്ടാകുന്ന ഒരു സദസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക, മുന്നിലേക്ക് കയറി നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊക്കെ ഒരു അദബ് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രവർത്തനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മിൽ നിന്നൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് ഇൽമല്ല. ഇൽമ ഒരുപാട് ആളുകൾക്ക് ഒരു വിഷയം ചോദിച്ചാൽ സാധാരണക്കാരായ ആളുകൾ പിന്നെ ഇഷ്ടംപോലെ ഇങ്ങോട്ട് പറഞ്ഞുതരും, ആ രൂപത്തിലാണ്. പക്ഷേ നമുക്ക് ഇന്ന് അദബ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഏത് വിഷയത്തിലും അദബ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് മാതൃക കാണിച്ചു തന്ന മഹാരഥന്മാരായ സ്വഹാബ കിറാമിലേക്ക് നമ്മളൊക്കെ ആ ഒരു മാതൃകയാണ് നമ്മളൊക്കെ പിൻപറ്റേണ്ടത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ മൂന്നാമതായ ഒരു വിഷയം, ആർക്കൊക്കെയാണ് മയ്യിത്ത് നിസ്കാരം ബാധകമുള്ളത് എന്നുള്ളതാണ്. അത് പുരുഷന്മാരാണ്. പ്രത്യേകിച്ച് നമ്മളെ കേരളക്കരയിലുള്ള ആളുകളെ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ പുരുഷന്മാരുണ്ട്, ഇഷ്ടംപോലെ ആളുകൾ ജമാഅത്തിന് പങ്കെടുക്കാറുണ്ട് ഇത് മയ്യിത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കെ പുരുഷന്മാരെ അവിടെ ഉണ്ടായിരിക്കുക, സ്ത്രീകൾക്ക് ഒരു നിലക്കും സുന്നത്തില്ല. ഫർദിൽ നിന്ന് പോയിട്ട് സുന്നത്ത് പോലും ഇല്ല എന്നുള്ളതാണ്. പിന്നെ ആവശ്യമില്ലാത്തൊരു നിസ്കാരം നമ്മൾ എന്തിനു നിസ്കരിക്കുന്നത്? ചില നാടുകളിലൊക്കെ അതൊരു പതിവായിട്ട് ഇപ്പോൾ വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകളായ നമ്മുടെ പ്രധാനപ്പെട്ട ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ സ്ത്രീകളെ കൊണ്ട് മയ്യിത്ത് നിസ്കരിക്കാൻ പാടില്ല. അത് നമ്മൾ അത് വകവെച്ച് കൊടുക്കാനും പാടില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ആവുമോ എന്നുള്ള ബേജാറ്, ആ ഒരു ബേജാറ് ആക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ വേണ്ടപ്പെട്ട ആളുകളാണ് മരണപ്പെട്ടിട്ടുള്ളത്. അവിടെ പറയാൻ എന്തുകൊണ്ട് യോഗ്യന് നമ്മൾ തന്നെയാണ്. എന്നാൽ ഒരു പുരുഷനെ ഇമാമത്ത് നിർത്തുക, തൻ്റെ സഹോദരനെ ഇമാമത്ത് നിർത്തുക, സഹോദരിമാരൊക്കെ അവിടെ ബാക്കിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുക, അതിൻ്റെ ആവശ്യമില്ല. നിസ്കാരം ശരിയാകുമോ ഇല്ല എന്നുള്ള വേറെ വിഷയമാണ്. കാരണം നമുക്കൊരു കൂലി ഇല്ലാത്തൊരു സംഗതി പിന്നെ നമ്മൾ വെറുതെ എന്തിനാ നിസ്കരിക്കണേ? അങ്ങനത്തെ ഒരു പ്രവർത്തനം നമ്മൾ തുടങ്ങേണ്ട ആവശ്യമില്ല. നമ്മളെ നാട്ടിൽ അങ്ങനെ തുടങ്ങാനും പാടില്ല. ഏതെങ്കിലുമൊക്കെ ആളുകളുണ്ടെങ്കിൽ, അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ ഒരു നിസ്കാരം ആരെങ്കിലും വിധേയി കക്ഷികളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ മുബ്തദീങ്ങളായ ആളുകൾ ഒരു പക്ഷേ നിസ്കരിക്കുന്നവരൊക്കെ ഉണ്ടാവും.
അത് ഒരിക്കലും തന്നെ പിന്നെ പോരി എന്ന് പറഞ്ഞാൽ കൂടെ പിന്നെ നിസ്കരിക്കാമെന്ന് പറഞ്ഞു കൊണ്ട് നമ്മളെ വിളിക്കുന്നവരൊക്കെ ഉണ്ടാവും. അഥവാ ഞാൻ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. കേരളക്കരയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പുരുഷന്മാരെല്ലായിടത്തും ഉണ്ട്, നിസ്കാരത്തിനൊക്കെ ഉണ്ട്. ഇവരുണ്ടായിരിക്കെ നമ്മളൊരു ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ തന്നെ ഒരുപാട് പിന്നെ മയ്യത്ത് കൊണ്ടുവന്ന് കഫൻ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാൽ ഡൈനിങ് ഹാളിൽ ഒരു പ്രദർശന വസ്തുവായിട്ട് വെക്കുകയാണ്. കഫംപടം ശരീരത്തിലുണ്ടെങ്കിലും സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആ കഫംപടം ശരീരത്തിലുണ്ടെങ്കിലും ശരീരത്തിൻ്റെ കോലം ഇങ്ങനെ ആളുകൾ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദുആ ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു ഭാഗത്തിരുന്ന് എന്ത് ചെയ്യുക? പിന്നെ സിറ്റ് ഔട്ടിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് നിന്ന് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. വേഗം എന്ത് ചെയ്യുക? പിന്നെ ദുആ കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? വേഗം പിന്നെ മയ്യത്തും കട്ടിലിൽ എന്ത് ചെയ്യുക? പിന്നെ മയ്യത്തിന് വെക്കുകയും അത് വേഗം മൂടുകയും അതിൻ്റെ മേലെ ആ തുണി വെക്കുകയും ഒക്കെ ചെയ്ത് ആരും കാണാത്ത രൂപത്തിൽ മയ്യത്തിന് കൊണ്ടുപോവുകയും പിന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ വേണ്ടപ്പെട്ട ആളുകളാണ് ഇറക്കി വെക്കേണ്ടതൊക്കെ ചെയ്യേണ്ടത്. അതിന് മേലൊക്കെ ഒരു തുണിയൊക്കെ വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മയ്യത്തിനെ ഖബറിലേക്കൊക്കെ വെക്കുമ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആളുകൾ ഇങ്ങനെ കൂടിയിട്ട് എന്താ ഇപ്പോൾ പിന്നെ മയ്യത്തിനൊക്കെ വെക്കേണ്ടതാരാണ്? മയ്യത്ത് കുഴിക്കുന്ന ആൾക്കാർ കുഴിച്ചോട്ടെ. മയ്യത്തിന് വെക്കണം, ഖബറിലേക്കൊക്കെ ശരിക്കും വെക്കേണ്ടതാരാണ്? വേണ്ടപ്പെട്ട ആളുകൾ മാത്രമേ വെക്കാൻ പാടുള്ളൂ. മയ്യത്ത് കഫൻ ചെയ്യേണ്ടത് ഇപ്പോൾ കുളിപ്പിക്കലൊക്കെ അങ്ങനെ തന്നെ ആണെങ്കിലും ആ കൊണ്ടുവന്ന് ഏത് മയ്യത്തിൻ്റെ ഖബറിലേക്ക് വെക്കുന്ന സമയം വരെ ഒക്കെ പിന്നെ അതിൻ്റേതായ എല്ലാവിധ കാര്യങ്ങളും കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് വേണ്ടപ്പെട്ട ആളുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതാണ് നമുക്ക് നമ്മുടെ മാതൃക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതും പഠിപ്പിച്ചതും ഒക്കെ അത് തന്നെയാണ്. എന്നെ രാത്രി മറവ് ചെയ്യണമെന്ന് പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ്? എൻ്റെ ജനാസ എന്ന് പറഞ്ഞാൽ കഫൻ ചെയ്ത ജനാസ എന്ന് പറഞ്ഞാൽ മൂടിയ, എല്ലാം കൊണ്ട് മൂടിയ ആ ഒരു ജനാസ രാത്രി മറവ് ചെയ്യണമെന്ന് പഠിപ്പിക്കാൻ കാരണം ഒരാളും എൻ്റെ ശരീരം എന്നല്ല ശരീരത്തിൻ്റെ കോലം പോലും ആരും കാണരുത് എന്ന് പറഞ്ഞിട്ടാണ്. അതാണ് നമ്മൾക്ക് മാതൃക. അതാണ് നമ്മൾക്ക് പിന്നെ മനസ്സിലാക്കേണ്ടത്. നമ്മളൊക്കെ ചെയ്യേണ്ടതും കഴിവിൻ്റെ പരമാവധി ഏറ്റവും കഴിവിൻ്റെ പരമാവധി സൂക്ഷിക്കേണ്ട രൂപത്തിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, പരമാവധി ശ്രദ്ധിക്കുക. ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആളുകൾ തിരിഞ്ഞിട്ടും തിരിയാത്ത നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, തിരിയാത്ത ആളുകളുണ്ടാവും. എങ്കിലും നമ്മൾ ഈ കേൾക്കുന്ന വോയിസൊക്കെ കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഈ ഒരു വിഷയം നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങൾ മുഴുവനും വളരെയധികം ഗൗരവത്തിലെടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് പരമാവധി നമ്മളൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവരൊക്കെ അറിയണം, അവരൊക്കെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറഞ്ഞാൽ ആ മയ്യത്തിനെ കൊണ്ടുപോകുന്ന ആ ഒരു ഈ ഭൂമിയിൽ നിന്ന് അവസാനത്തെ ഒരു പോക്കാണ്. ആ പോക്ക് ഒരു ഹറാമിൻ്റെ രൂപത്തിലാകാൻ പാടില്ല. ആ ഒരു നല്ല രൂപത്തിൽ പോകുമ്പോൾ, നല്ല റാഹത്തോടു കൂടെ പോകുമ്പം റഹ്മത്തിൻ്റെ മലക്കുകളുടെ അകമ്പടിയോടുകൂടെ പോകണം. അതിനൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇവിടെ ഹറാമായ ഒരു കാര്യം അവിടെ ഉണ്ടാകാൻ പാടില്ല. മയ്യത്ത് ഖബറടക്കി ചെയ്തതിന് ശേഷം മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് തന്നെ ദുആ ചെയ്യുക. ഏത് സമയവും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? മയ്യത്ത് ഖബറൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? പിന്നെ സിയാറത്ത് ചെയ്യുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ എന്ത് ചെയ്യുക? വീട്ടിൽ നിന്ന് എപ്പോഴും ദുആ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.